ഇനി നമുക്ക് ബാക്കി വന്ന ചോറ് കൊണ്ട് നല്ല മുരിഞ്ഞ വട എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. നമുക്ക് ഉച്ചയ്ക്ക് ചോറൊക്കെ ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് വൈകുന്നേരത്തേക്കുള്ള ചായൻ്റെ കടിയാക്കി എടുക്കാം. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാനിതിലേക്ക് 2 കപ്പ് ചോറാണ് എടുക്കുന്നത്. ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് 2 കപ്പ് ചോറിട്ട് കൊടുക്കുക. ഏത് ചോറ് വെച്ചിട്ട് നമുക്കിത് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ മട്ടരിയുടെ ചോറാണ് എടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഏത് ചോറാണോ ഉള്ളത് അതെടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നല്ല കട്ട തൈരാണ് ഇട്ട് കൊടുക്കേണ്ടത്. 3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇതെല്ലാം കൂടെ കൂട്ടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഞാനിപ്പോൾ ഇതിവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. നമ്മൾ ചോറ് അരച്ചെടുക്കുമ്പോൾ ഈ ഒരു രീതിയിലാണ് ഇരിക്കേണ്ടത്. ഒരുപാട് ലൂസായിട്ടിരിക്കരുത്. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള സവാള നന്നായിട്ട് നൈസായിട്ട് കട്ട് ചെയ്തെടുത്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. സവാള നമുക്ക് എത്രത്തോളം നൈസായിട്ട് അരിയാൻ പറ്റുമോ അത്രയും നൈസായിട്ട് തന്നെ അരിഞ്ഞെടുക്കണം. ഇനി ഇതിലേക്ക് ഒരു 4-5 പച്ചമുളക് ഇതുപോലെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടിട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതുപോലെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടിട്ട് കൊടുക്കുക. കുറച്ച് കായത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. നമ്മൾ വട ഉണ്ടാക്കുമ്പോൾ ഉപ്പ് കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ അത് അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വലിയ ജീരകം ചേർത്ത് കൊടുക്കുക. വലിയ ജീരകം കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഈ വടയ്ക്ക്. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുക. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 1/4 കപ്പ് പത്തിരിപ്പൊടിയാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കുക. ആവശ്യമാണെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂണും കൂടെ ചേർത്ത് കൊടുക്കുക. കൈകൊണ്ട് മിക്സ് ചെയ്യുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. ഞാനിപ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണും കൂടെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പത്തിരിപ്പൊടി നമ്മൾ ഒരുപാട് ചേർത്തിട്ടുണ്ടെങ്കിൽ വട ഹാർഡായി പോവും. അപ്പോൾ നമ്മുടെ വടക്കുള്ള മാവ് ഈ ഒരു രീതിയിലാണ് ഇരിക്കേണ്ടത്. ഇനി നമ്മൾ കയ്യിൽ കുറച്ച് വെള്ളം തടവിയതിന് ശേഷം ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുക. ഇതുപോലെ കയ്യിൽ വെച്ച് ഒരു ഹോൾ ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് ഞാനിപ്പോൾ ഇതിവിടെ ഉണ്ടാക്കിയെടുക്കുന്നത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏത് ഷേപ്പിലും ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്കിത് വറുത്തെടുക്കാനുള്ള ഓയിൽ ഇവിടെ ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് വട ഓരോന്നായിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുക. ഒരു സൈഡാകുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ വട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ബാക്കി വന്ന ചോറ് കൊണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള മുരിഞ്ഞ വട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ഇനി ചോറ് ബാക്കി വന്നാൽ അത് കളയേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്